6-ാം സങ്കീർത്തനം 8-10 വചനങ്ങൾ. ഈ 2 വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ആമേൻ. ഇനി രാത്രികാലം ആലയത്തിലായിരിക്കുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന, പ്രാർത്ഥനയോടായിരിക്കുന്ന ഏവർക്കും ദൈവാത്മാവ് ഒരു വാഗ്ദത്തം തരുന്ന. അതെന്തെന്ന് പറഞ്ഞ, ദൈവത്തിന്റെ ആലയത്തില് ആയിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ആലയത്തിലുള്ള സമൃദ്ധി, മലയാളത്തിൽ എങ്ങനെ, പുഷ്ടി നൽകി ദൈവം അനുഗ്രഹിക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയ്ക്കായി തീരുമാനിച്ച് നമ്മൾ ആലയത്തിലേക്ക് കടന്നു വന്ന ഈ ആദ്യത്തെ ദിവസം തന്നെ ആലയത്തിൽ നമ്മൾ ചെലവാക്കിയ ആ ദിവസങ്ങളിലുള്ള ആ സംതൃപ്തി അല്ലെ, ആ പുഷ്ടി നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആലയത്തിന്റെ അകത്ത് കടന്നു വരുമ്പോൾ എന്തുണ്ട്? അവിടെ പുഷ്ടി ഉണ്ട്, സമൃദ്ധി ഉണ്ട് എന്നാണ് തെലുങ്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അത് മാത്രമല്ല, സംതൃപ്തി ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ എവിടെ പോയാലും, നമ്മൾ എവിടേക്ക് അന്വേഷിച്ചാലും അത് നമുക്ക് ആ പുഷ്ടിയോ അല്ലെ ആ സംതൃപ്തിയോ നമുക്ക് ലഭിക്കത്തില്ല. അത് നമ്മൾ പണം കൊണ്ടോ അല്ലെ നമ്മുടെ പ്രശസ്തി കൊണ്ടോ നമുക്ക് വാങ്ങാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾ വിഷയങ്ങളായിട്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവെന്ന് പറയുന്നു? സമൃദ്ധിയുണ്ട്, സംതൃപ്തിയുണ്ട്, അല്ലെ പുഷ്ടിയുണ്ട്, ആനന്ദമുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ഹല്ലേലൂയ സംസാരിക്കുന്നു. ഇനി രാത്രി ഇതിന് ആവശ്യപ്പെട്ട് ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ഓരോരുത്തരും ആലയത്തിലേക്ക് കടന്നു പോകുവാന് നമ്മൾ ചെലവാക്കുന്ന സമയങ്ങൾ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി ആയിക്കൊള്ളട്ടെ, അല്ലെ നമ്മൾ എത്രത്തോളം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ തീരുമാനിച്ച് പ്രാർത്ഥിക്കുന്നു, ആ ദിവസങ്ങൾ, ആ സമയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവനെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 10-ാം വചനം ഇങ്ങനെ പറയുന്നു, അങ്ങേ അറിയുന്നവർക്ക് അവിടുത്തെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് അവിടുത്തെ നീതിയും ദീർഘമാക്കണമേ. സ്തോത്രം. ഇതൊരു പ്രാർത്ഥനയാണ്. അങ്ങേ അറിയുന്നവർക്ക് ദൈവത്തിന്റെ ദയ അല്ലെ കൃപയനാണ് ഈ തെലുങ്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങ് അറിയുന്നവർക്ക് അവിടുത്തെ ദയ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങേ ദൈവത്തിന് അറിയുന്നവരുടെ ഹൃദയം എങ്ങനെ ഉണ്ടാവാൻ ഇവിടെ പറയുന്നു? യഥാർത്ഥ ഹൃദയം ഉണ്ടാവൻ. സ്തോത്രം. നമ്മൾ നീതിയുള്ളവരായി ഇരിക്കുവാനാണ് ഇവിടെ വചനം പറയുന്നു. യഥാർത്ഥ ഹൃദയമുള്ളവരോടെ അവിടുത്തെ നീതി കാണിക്കണമേനെ ദൈവത്തിന്റെ സന്നിധിയിലോ ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. ഇന്ന് രാത്രി യഥാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം ആരാണെന്ന് അറിഞ്ഞു വന്നിരിക്കുന്ന നമ്മളോട് ദൈവത്തിന്റെ കരുണയുണ്ട്. സ്തോത്രം. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇനി രാത്രി ദൈവത്തിന്റെ ദയ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം ആരും കൈവിട്ടു പോയില്ല. ദൈവം നമ്മളെ കൈവിട്ട് കളഞ്ഞില്ല. നമ്മൾ ദൈവസന്നിധിക്ക് വന്നോ, നമ്മളോട് ദൈവത്തിന്റെ കരുണയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 1 സമൂയേൽ പുസ്തകത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു, ഹന്ന എന്ന ഒരു സഹോദരി ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളില് താനും ഒരു കുഞ്ഞ് ഇല്ലെന്ന് ആ ഒരു വിഷയം കൊണ്ട് താനും മടുത്തു പോയിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാല്, പരിഹാസിക്കുന്ന വാക്കുകളാല്, നിന്ദിക്കുന്ന വാക്കുകളാൽ ഒത്തിരി തളർന്നു പോയ ഒരു സഹോദരിയാ. സ്തോത്രം. സഹായിപ്പാൻ ആരുമില്ല, ആദരിക്കുവാൻ ആരുമില്ല, ഒരു നിമിഷം നല്ല വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ ആരുമില്ല. ഹല്ലേലൂയ. തന്റെ ഭർത്താവുണ്ട്, ഞാൻ മതിയല്ലോ, നിനക്ക് 7 മക്കൾ ഉള്ളതിനേക്കാളും ഞാൻ ശ്രേഷ്ഠനല്ലോ എന്ന് താൻ പറഞ്ഞു വന്നാലോ ഇന്ന് ആ വാക്കുകളൊന്നും ആ സഹോദരിയെ സമാധാനപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതേ അവസ്ഥയിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഇതാ ഹന്നയെ പോലെ വേദനയോടെ, ദുഃഖത്തോടെ, വളരെ വിഷമത്തോടെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്റെ വിഷമം പറയാൻ എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് വളരെ വേദനയോടെ ആയിരിക്കുമ്പോൾ ഇതാ താൻ എല്ലാ ദിവസവും തന്റെ ഭവനത്തിലിരുന്ന് കരയുന്നു. ഹല്ലേലൂയ. ഭവനത്തിലിരുന്ന് തന്റെ ഭർത്താവ് മാത്രം തന്നെ ആശ്വാസിപ്പിക്കുന്നെങ്കിൽ
ആ ഒരു ആശ്വാസം തനിക്ക് എത്രമാത്രം സമാധാനം തരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിന്മേലും പരിഹാരം കാണാതെ താൻ എല്ലാ സുഖസമ്പത്തുകളും തൻ്റെ ചുറ്റുമുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിന്മേൽ ഏത് മേഖലയിൽ അന്വേഷിച്ചാലോ തനിക്ക് മറുപടി ഇല്ലാതെ വളരെ വേദനയിൽ കടന്നു പോകുന്ന ഒരു സഹോദരിയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്മേല് ഒരു പക്ഷേ അല്പ ആശ്വാസത്തിനായി ഭവനത്തിലുള്ള വാക്കുകൾ ഒരു പക്ഷേ നിമിഷ നേരം നിന്നെ സമാധാനപ്പെടുത്തുന്നതായിരിക്കും. പക്ഷെ അത് ദീർഘമായി ഒരു സംതൃപ്തി നൽകാതെ വേദനയോടെ ദുഃഖത്തിലായിരിക്കുന്നെങ്കിൽ, അത് ആ പ്രശ്നത്തിന് മറുപടി കാണാതെ പലപ്പോഴും കരഞ്ഞുകൊണ്ട് നീ കടക്കുന്ന അനുഭവത്തിൽ കടന്നു പോകുന്നെങ്കിൽ ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നീ സ്തോത്രം. ഇങ്ങനെ ഉള്ള ഈ അവസ്ഥയിൽ ഈ ഹന്ന എന്ന സഹോദരി താൻ എന്ത് ചെയ്തു? താൻ ഭവനത്തിലായിരുന്നില്ല. ആ ഭർത്താവ് പറയുന്ന അല്പ ആശ്വാസ വാക്കുകൾ കൊണ്ട് സംതൃപ്തിയായി ആ ഭവനത്തിൽ ഇരുന്ന് പോയിട്ടില്ല. പക്ഷേ ഇവിടെ വചനം പറയുന്നു, ബഹുദുഃഖാക്രാന്തരാലേ എല്ലാ വർഷവും അവർ ചെയ്യുന്നത് പോലെ യഹോവ സന്നിധിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി താന് ആലയത്തിലേക്ക് കടന്നുപോയി. സ്തോത്രം. 1 സമൂയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവര് 6-ാം വചനം തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ അവർ കുടുംബമായി ദൈവാലയത്തിലേക്ക് അവർ എല്ലാ വർഷവും പോകുന്നത് പോലെ പോകുവാനും തീരുമാനിച്ച് താനും പോയി. സ്തോത്രം. അയ്യോ, പെനിന്ന എന്നെ ഇങ്ങനെ പരിഹാസിക്കുന്നല്ലോ, ഞാൻ അവളുടെ കൂടെ വരിയില്ല, അല്ലെ ഞാൻ എന്റെ വിഷയം ഇത്രയല്ലോ, ഞാൻ ആലയത്തിലേക്ക് പോകുന്നില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നിട്ടില്ല, അല്ലെ ടിവിയിലോ കണ്ടുകൊണ്ട് ആരാധിച്ച് വീട്ടിൽ ഇരുന്നിട്ടില്ല, ഞാൻ ആലയത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിക്ക് പോയാലേ പറ്റുവന് താൻ തീരുമാനിച്ച് ദൈവസന്നിധിക്ക് പോയി ഞാൻ ദൈവത്തോട് പറഞ്ഞ് എന്റെ വിഷയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ബഹുവേദനയുള്ള ഹൃദയത്തോടെ താൻ പുറപ്പെട്ട്, ഹല്ലേലൂയ, അങ്ങനെ താനും തൻ കുടുംബമായി പുറപ്പെട്ട് അവർ ആലയത്തിലേക്ക് പോയി അവിടെ താൻ പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ 10-ാം വചനം തൊട്ട് വളരെ വ്യക്തമായി നമുക്ക് അവിടെ പ്രാർത്ഥിക്കുന്ന ആ സഹോദരി കാണാൻ പറ്റുന്നു. ഹല്ലേലൂയ. താനും വളരെ ദുഃഖത്തോടെ അവിടെ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആലയത്തിൽ വേറെ ആരെയില്ല, തന്നെ മനസ്സിലാക്കുവാന് മറ്റേ ആർക്കും കഴിയുന്നില്ല. ഇവൻ അവിടെ പാസ്റ്റർ കണ്ടപ്പോ താൻ ഹൃദയവേദനയോടെ ദുഃഖത്തോടെ പുറത്ത് വാക്കുകളെ ശബ്ദത്തിലെ പോലെ പറയാൻ പറ്റാതെ താൻ വേദനയോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ആ സഹോദരിയുടെ ലിപ്സ് മാത്രമാണ് അണങ്ങുന്ന ഒരു സ്ഥിതിയാണ്. ഇത് കണ്ട് ആ ദൈവദാസനും വേറൊരു രീതിയിൽ ചിന്തിച്ചു, ഇതെന്താ ഈ സഹോദരി വീണ് കുടിച്ചിട്ടാണോ വന്നു ഈ ആലയത്തിൽ ഇരുന്ന് സംസാരിക്കുന്നു అని താൻ ചിന്തിച്ചപ്പോ ആ സഹോദരി അവിടെ പറയുവാനിടയായി, ഇല്ല ദൈവദാസനെ, എൻ്റെ ഹൃദയവും ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ ഹൃദയം പകരുന്നുണ്ടോ? അവിടെ സംതൃപ്തിയുണ്ട്, അവിടെ ആനന്ദമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ സഹോദരി തന്റെ ഹൃദയത്തെ ആലയത്തിലേക്ക് വന്നു ദൈവസന്നിധിയിൽ പകർന്നപ്പോ അവിടെ തന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേട്ട്. ഹല്ലേലൂയ. താൻ വീട്ടിലിരുന്ന് താൻ എന്നും കരയുന്നത് പോലെ കരഞ്ഞെങ്കിൽ ഒരു പക്ഷേ തന്റെ ജീവിതത്തിൽ ഒരിക്കലും മറുപടി കാണത്തില്ലായിരുന്നു. ആലയത്തിലുള്ള നന്മ അനുഭവിക്കുവാൻ ആ സഹോദരിക്ക് അവിടെ കഴിഞ്ഞ്. ഹല്ലേലൂയ. ആലയത്തിലുള്ള നന്മ പ്രാപിപ്പാന് താൻ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞപ്പോ തന്റെ വേദനകൾ, തന്റെ പ്രയാസങ്ങള്, തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് ദൈവം വിരാമം കൊടുത്തു. ഹല്ലേലൂയ. ഇനി രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമെങ്കിൽ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവസന്നിധി വസിക്കുന്ന, ദൈവാത്മാവ് വസിക്കുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വിടുതലയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലോ ടിവി മുമ്പ് ഇരിക്കുന്നത് കൊണ്ട് ആരാധനാലയമാകത്തില്ല, അല്ലെ നമ്മൾ ഒരു ബൈബിൾ വചനം വായിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത് ഒരിക്കലും ആലയമാകത്തില്ല. പക്ഷെ ആലയത്തിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തേക്ക്, ദൈവം അഭിഷേകം ചെയ്ത ദൈവദാസ
ദൈവദാസന്മാരുടെ കീഴിലേക്ക് നമ്മൾ വന്നു അവിടെ പ്രാർത്ഥിച്ച് നമ്മുടെ വിഷയങ്ങൾ ആലയത്തില് ദൈവസന്നിധിയിൽ നമ്മൾ പകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ. ഇനി രാത്രി ആലയത്തിൽ ഇരിക്കുന്നവർ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആലയത്തിൽ നമ്മൾ എന്ത് വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ഹന്ന മറുപടി പ്രാപിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ എനിക്ക് ദൈവം മറുപടി നൽകിയനി ആ ഉറപ്പോടെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അത് വരുന്ന ദിവസങ്ങളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അനേക കുത്തുവാക്കുകൾ കേട്ട്, പരിഹാസങ്ങൾ കേട്ട്, നിന്ദ കൊണ്ട്, വേദനിപ്പിച്ച വാക്കുകൾ കൊണ്ട് കരഞ്ഞ് തളർന്ന ഈ സഹോദരി ആലയത്തിലേക്ക് വന്ന് തന്റെ ഹൃദയം മുഴുവൻ പകർന്നപ്പോ ഇതാ സമൂവേൽ എന്ന ഒരു ബാലനെ, ഹല്ലേലൂയ, ഇപ്പോഴും നമുക്ക് മറക്കാതെ സമൂവേലിനെ കുറിച്ച് സംസാരിക്കുന്ന, സമൂവേലിനെ പോലെ മറ്റൊരു വ്യക്തി ഇല്ലാത്ത ഒരു ചരിത്രം നമുക്ക് വായിക്കുവാനോ ഒരു ഹല്ലേലൂയ പൈതലെ ദൈവം ആ സഹോദരിക്ക് ദൈവം നൽകി മാനിച്ചു. അതുപോലെ ഒരു ഹല്ലേലൂയ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മറുപടി ദൈവം നമുക്ക് തരുവാന് ആലയത്തിലെ മാത്രമേ കഴിയൂ. ആ ദൈവത്തിന്റെ പാദസന്നിധിയിലേക്ക് നാം ഈ 21 ദിവസം ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നെങ്കിൽ, ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ നമ്മള് സമയം വേർതിരിച്ചെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. നമ്മുടെ വിഷയത്തിന് മേൽ പൂർണ്ണ വിടുതല നമുക്ക് കാണുവാൻ കഴിയൂ. ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വചനം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിലുള്ള ആ ഒരു വചനം ഒന്നും കൂടെ വായിക്കാമോ? സ്തോത്രം. അവിടുത്തെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. സ്തോത്രം. ആനന്ദ നദി, അവിടുത്തെ ആനന്ദ നദി അങ്ങ് അവരെ കുടിപ്പിക്കുന്നു. സ്തോത്രം. ഈ ആലയത്തിലുള്ള ആനന്ദ നദിയിലുള്ള അസന്തോഷം, സമാധാനം, ഹല്ലേലൂയ, ആ നന്മ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. 10-ാം വചനത്തിൽ പറയുന്നു, അങ്ങേ അറിയുന്നവരോട് കൃപ നൽകുവാൻ ശക്തന്, യഥാർത്ഥ ഹൃദയമുള്ളവരോട് നീതി കാണിക്കുവാനും ശക്തനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.